Dear students, so now we are moving to the next topic of this chapter, that is tabulation of data. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, ഡാറ്റ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, അതാണ് ടാബുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. സോ ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മളിപ്പോൾ ഒരു സർവേ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടക്കുമ്പോൾ നമ്മൾ പല ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു ഡാറ്റനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? യെസ്, എന്താ ക്രോണോളജിക്കൽ ബേസിൽ, അതായത് ടൈമിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ജിയോഗ്രഫി അല്ലെങ്കിൽ പ്ലേസിൻ്റെ ബേസിൽ ജിയോഗ്രഫിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ലൈക്ക് മെഷർമെൻറ്റ്സിൽ ക്വാളിറ്റി ലൈക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ലിറ്ററസിയോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, റിലീജിയൻ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റേനെ. അതുപോലെ ക്വാണ്ടിറ്റീവായിട്ട് നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ വെയിറ്റ്, ഹൈറ്റ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരു സർവേനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഡാറ്റേനെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക? നമുക്കൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതിനെ നല്ല രീതിയിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പം എങ്ങനെയാണ് ഇത് ഫിഗർ ഔട്ട് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഈ ടാബുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാബുലേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ. നമ്മൾ ഇത്തരത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റയെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ടാബുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് എ ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഡാറ്റയെ ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ? It is a systematic arrangement of classified data in the form of columns and rows. ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ സ്ട്രൈക്ക് ചെയ്യുന്നത്? യെസ്, റോസ് ആൻഡ് കോളംസ് ഒക്കെയുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോക്സ്, അതാണ് എന്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമ്മൾ നമ്മുടെ ഡാറ്റേനെ ഈ റോസിലും കോളത്തിലൊക്കെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, പബ്ലിക്കിന് മുമ്പ് നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ടേബിൾ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിസ്റ്റോഗ്രാം, പോളിഗൺ, പിന്നെ അതുപോലെ ബാർ ഡയഗ്രാം, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ? അറേഞ്ച്മെന്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ ക്ലാസ് വിച്ച് ഡിസ്പ്ലേസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു ഇറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മളൊരു ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടൈമിൻ്റെ ബേസിലാണ് നമ്മൾ ഒരു ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ടൈം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അല്ലേ? അപ്പം ഇതിൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റയെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്രോണോളജിക്കൽ ഡാറ്റേനെ വെച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ചെയ്യുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്, ഒരു ഹൈറ്റ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഹൈറ്റാണ് അവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഈ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ബൈ യൂസിങ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ക്യാരക്ടർ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഡാറ്റയിൽ എത്ര തവണ ഈ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസിയും ഈ ക്യാരക്ടറിസ്റ്റിക്കും വെച്ചിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ടേബിൾ. ഈ ഫ്രീക്വൻസി ടേബിളിൽ 2 കമ്പോണൻസ് ആണുള്ളത്, ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When a population is divided into small groups on the basis of certain characteristics or attributes. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ വെച്ചിട്ട് നമ്മളൊരു പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ക്ലാസ്. ആൻഡ് ഫ്രീക്വൻസി മീൻസ് ഹൗ മെനി ടൈംസ് ദാറ്റ് പെർട്ടിക്കുലർ നമ്മൾ എടുത്തിട്ടുള്ള ക്യാരക്ടർ എത്ര തവണ അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു, ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി, അതിൽ 100 മാർക്കിൽ 80 മാർക്ക് കിട്ടിയിട്ടുള്ള 4 സ്റ്റുഡൻസ് ഉണ്ടെന്ന് കരുതാം. അപ്പം ഇതിലെ ക്ലാസ് അല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് 80 ആണ്.
അതിൽ എത്ര കുട്ടികൾക്കാണ് ഇത് കിട്ടിയത്? 4 സ്റ്റുഡൻസിന്. അപ്പോൾ ഫ്രീക്വൻസി ഈ 80 മാർക്ക് എന്ന് പറയുന്നത് എത്ര കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്? 4 സ്റ്റുഡൻസിന്. സോ ക്ലാസ് വിൽ ബി 80 ആൻഡ് ഫ്രീക്വൻസി വിൽ ബി 4. അതുപോലെ തന്നെ ഇപ്പം ഒരു 70 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് വിചാരിക്കാം. അപ്പം 70 മാർക്കാണ് വെച്ചെങ്കിൽ ക്ലാസ് വിൽ ബി 70. ഒരു 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഫ്രീക്വൻസി വിൽ ബി 3. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഈ 2 ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റേനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസി ടേബിളിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളുണ്ട്, ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളുണ്ട്. എന്താണ് അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ? ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്രീക്വൻസി ടേബിള് ഈ പറയുന്ന മാർക്ക് അല്ലെങ്കിൽ ക്ലാസ്സും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും വെച്ചിട്ട് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ഈ താഴെ കാണിച്ചിട്ടുള്ളത് ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റ്സിൻ്റെ മാർക്കാണ്. അപ്പോൾ ഇതിൽ 4 മുതൽക്ക് 10 വരെ, ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4ഉം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10ഉം. ഈ 4 മുതൽ 10 വരെ റേഞ്ചിലുള്ള മാർക്കുകളാണ് ഈ പറയുന്ന 20 കുട്ടികൾക്കും കിട്ടിയിട്ടുള്ളത്. അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല അല്ലേ, ഒരു ആംബിഗ്വിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ 20 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് മാർക്കുകളെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തന്നിട്ടുള്ള മാർക്കുകളെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതാം. എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് അറിയില്ലേ? ലോവസ്റ്റ് വാല്യൂ നിന്ന് ഹയസ്റ്റ് വാല്യൂയിലേക്ക് എഴുതാം. അതായത് ഇപ്പോൾ നോക്കൂ, ഇവിടെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10. അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ഈ മാർക്കുകളൊക്കെ എഴുതിയിട്ട് നിങ്ങളൊരു കോളം കൺസ്ട്രക്ട് ചെയ്യാം. കോളത്തിന് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ ടേബിളിന് 3 കോളം ഉണ്ടായിരിക്കണം. ഒന്ന് മാർക്ക്, പിന്നെ ഒന്ന് ടാലി, പിന്നെ ഒന്ന് ഫ്രീക്വൻസി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ ഈ പറയുന്ന മാർക്കുകൾ എഴുതുക. ഓക്കെ, 4 to 10. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ മാർക്കുകളിലൂടെയൊക്കെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഇതിന് ടാലി മാർക്ക് ഇടാം. ടാലി മാർക്ക് ഇടാൻ അറിയാമല്ലോ. 4 എന്ന് പറഞ്ഞ മാർക്ക് ഇതിൽ എത്ര ഭാഗത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ടാലി വിൽ ബി 2. 5 മാർക്ക് എന്ന് പറയുന്നത് 2, 2 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 6 എന്ന് പറയുന്നത് 1, 2, 3, 4 4 ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ 4 മുതൽ 10 വരെയുള്ള മാർക്കുകൾ ഇങ്ങനെ ടാലി മാർക്ക് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ കോളം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് തേർഡ് കോളം. ഇതിൽ നമ്മൾ ഈ ടാലി മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാലി മാർക്ക് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മൊത്തം ഇതാണ് ശരിക്കുള്ളതിൻ്റെ ഫ്രീക്വൻസി. അതായത് 4 മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് 2, 5 മാർക്ക് കിട്ടിയിട്ടുള്ളത് 2, 6 മാർക്ക് കിട്ടിയിട്ടുള്ളത് 4, ദെൻ 7 മാർക്ക് കിട്ടിയിട്ടുള്ളത് 6. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ മാർക്കും അതുപോലെ ഈ ഫ്രീക്വൻസിയും വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ടേബിളിൻ്റെ പേരാണ് അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ. മനസ്സിലായല്ലോ?